നമ്മൾ ഒരുപാട് ലക്ഷറി കാർസ് കണ്ടിട്ടുണ്ട്, ഡ്രൈവ് ചെയ്തിട്ടുണ്ട്, യാത്ര ചെയ്തിട്ടുണ്ട്. പക്ഷേ വാട്ട് ഇഫ് ഐ സേ നമുക്കൊരു മിനി കാരവൻ, അതും ഒരു പാർട്ടി കാർ നമ്മുടെ കയ്യിലേക്ക് തരികയാണ്. ആൻഡ് ദേ ആർ സെയിങ് അസ് ടു പാർട്ടി ഇൻ ഇറ്റ്. അങ്ങനെ ഒരു ഓപ്ഷൻ നമുക്ക് കിട്ടിയാൽ ഇറ്റ് വുഡ് ബി ഓസം, റൈറ്റ്? ഏതായാലും കൊച്ചിയിലെ ഗ്രീൻലാൻഡ് ട്രാവൽസ് നമുക്ക് അങ്ങനെ ഒരു അവസരം നൽകിയാണ്. ദേ ഹാവ് ഇമ്പോർട്ടഡ് സച്ച് എ കാർ ഫ്രം തായ്ലാൻഡ്. ടൊയോട്ടയുടെ ഹൈയേസ് കമ്മ്യൂട്ടർ എന്ന വാഹനം ഫുള്ളി മോഡിഫൈ ചെയ്ത് കൊച്ചിയിലെ ഗ്രീൻലാൻഡ് ട്രാവൽസ് കേരളത്തിലേക്ക് ഇറക്കിയിരിക്കുകയാണ്. വെൽക്കം ടു ഡ്രീം ഡ്രൈവ് ആൻഡ് വി ആർ ഡ്രൈവിംഗ് ദ ഓൾ ന്യൂ മോഡിഫൈഡ് ഹൈയേസ് കമ്മ്യൂട്ടർ. ലെറ്റ്സ് പാർട്ടി ടുഡേ. സത്യം പറഞ്ഞാൽ ഇത്തരത്തിലുള്ള വാഹനങ്ങൾ നമ്മുടെ നിരത്തുകളിൽ പൊതുവെ കുറവാണ്. നമ്മൾ ആകെ കണ്ടിട്ടുള്ളത് എനിക്ക് തോന്നുന്നു ടെമ്പോ ട്രാവലർ, അതായത് വലിയൊരു സൈസ് വാഹനവും അതേപോലെ തന്നെ ടാറ്റയുടെ വിങ്ങർ എന്ന്, അത് കുറച്ചുകൂടെ സൈസ് കുറഞ്ഞതാണ്. അപ്പോൾ അതൊരു 12 സീറ്ററാണ്, മറ്റേതൊരു 12, 14, 17 അങ്ങനെ പോകുന്നൊരു കൈൻഡ് ഓഫ് വെഹിക്കിളുമാണ്. പക്ഷേ ഇത് എന്ന് പറയുന്നത് അതിന് രണ്ടിനും ഇടയ്ക്ക് നിൽക്കുന്ന ഒരു സൈസാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ട്രാവലറിൻ്റെ അത്ര വലുപ്പമില്ലെങ്കിൽ പോലും വിങ്ങറിനേക്കാളും ഒരുപാട് വലുപ്പം കൂടുതൽ ഈ ഒരു വാഹനത്തിനുണ്ട്. ഇതിപ്പോൾ ആക്ച്വലി 4 മോഡൽസാണ് ടൊയോട്ട ഹൈയേസ് വരുന്നത്. അത് പുറത്താണ്, തായ്ലൻഡിലൊക്കെ 4 മോഡൽസാണ് വരുന്നത്. അതിൽ കമ്മ്യൂട്ടർ എന്ന മോഡലാണിത്. സാധാരണയായി അവർ മിനി ബസ്സായിട്ടും കാർഗോ ഷിപ്മെൻറ്റിനായും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടി ഈ വാഹനം യൂസ് ചെയ്യാറുണ്ട്. കമ്മ്യൂട്ടർ ഒരു മിനി ബസ് തന്നെയാണ്. ഓൾമോസ്റ്റ് 9 to 12 സീറ്റർ വരെ വരുന്നൊരു വിഭാഗത്തിൽ വരുന്നൊരു വാഹനമാണ് ഹൈയേസ് കമ്മ്യൂട്ടർ. നേരത്തെ പറഞ്ഞ പോലെ ഹൈയേസ് കമ്മ്യൂട്ടറിൽ ഒരുപാട് മോഡിഫിക്കേഷൻസ് വരുത്തിയിട്ടാണ് ഇന്ത്യയിലേക്ക് ഗ്രീൻലാൻഡ് കൊണ്ടുവന്നിരിക്കുന്നത്. നമ്മൾ ഇതിൻ്റെ സ്റ്റോക്ക് ഡിസൈൻ നോക്കുവാണെങ്കിൽ വളരെ സിമ്പിളായൊരു സ്റ്റോക്ക് ഡിസൈനാണ് ഈ വാഹനത്തിനുള്ളത്. പക്ഷേ ഇതിനകത്ത് ഒരുപാട് മോഡിഫിക്കേഷൻസ് ഒക്കെ വരുത്തിയിട്ടുണ്ട്. സ്റ്റോക്ക് ഡിസൈൻ ആണെങ്കിൽ നമുക്കിത് കറക്റ്റ് ഒരു കേർവിഷ് ഫീലിംഗ് ആണ് നമുക്ക് കിട്ടുക. നമ്മൾ സൈഡിൽ നോക്കുമ്പോൾ കറക്റ്റ് ഒരു കേർവാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സൈഡിൽ നിന്ന് നോക്കുവാണെങ്കിൽ ഇതിൽ നമുക്ക് ഒരുപാട് അഡീഷൻസ്, ഫോർ എക്സാമ്പിൾ ബുൾബാർ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ക്രോമിയം സ്ട്രിപ്സ് ഒരുപാട് ചെയ്തിട്ടുണ്ട്. നമുക്ക് സൈഡിൽ ഒരു മിറർ നൽകിയിട്ടുണ്ട്, മിററിൽ ക്രോമിയം സ്ട്രിപ്സ്, അങ്ങനെയൊക്കെ ഒരുപാട് ഫ്രണ്ടിൽ നമുക്ക് മോഡിഫിക്കേഷൻസ് ഈ വാഹനത്തിൽ വരുത്തിയിട്ടുണ്ട്. ഇത് തായ്ലൻഡിൽ നിന്നാണ് മോഡിഫൈ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അവരതിൻ്റെ ബ്യൂട്ടിഫിക്കേഷന് വേണ്ടിയിട്ട് ഒരുപാട് മറ്റ് ഫീച്ചേഴ്സും കയറ്റിയിട്ടുണ്ട്. നമ്മൾ ബോണറ്റ് നോക്കുവാണെങ്കിൽ ഇതാണ് ഇതിൻ്റെ ബോണറ്റ്. ഏകദേശം ഈ ഒരു ഭാഗത്തായിട്ടാണ് നമുക്ക് നേരത്തെ മാരുതി സുസുക്കിയുടെ വേഴ്സയിലും ഓമനിയിലും ഒക്കെ കണ്ട ഒരു രീതിയിലുള്ള ഒരു എൻജിൻ പ്ലേസ്മെൻറ്റാണ്. അതായത് ഡ്രൈവർ ക്യാബിൻ്റെ അടിവശത്തായിട്ടാണ് എൻജിൻ പ്ലേസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഫ്രണ്ടിൽ ഒരുപാട് സ്പേസ് യൂസ് ചെയ്തിട്ടില്ല. സോ ഫ്രണ്ട് ബോണറ്റിനകത്ത് നമുക്ക് കൂളൻ്റ് പോലുള്ള ചെറിയ ജാർസ് മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ. ആൻഡ് നമ്മൾ ഹെഡ്ലൈറ്റ്സ് നോക്കുവാണെങ്കിൽ ഒരു ട്രിപ്പിൾ ബീം ഹെഡ്ലൈറ്റ്സ് ആണ് വരുന്നത്. അതും നമുക്കിവിടെ സാധാരണ കാണാത്ത രീതിയിലുള്ളൊരു ഹെഡ്ലൈറ്റാണ്. വളരെ ഭംഗിയുള്ളൊരു ഡിസൈനാണ്. അതിന് ചുറ്റും ഒരു ക്രോമിയം സ്ട്രിപ്പൊക്കെ നൽകിയിട്ടുണ്ട്. ആൻഡ് വി ഹാവ് 2 DRLs ഔട്ട്സൈഡ്. നമുക്ക് താഴെയായിട്ട് 2 DRLs വരുന്നുണ്ട്. പിന്നെ ബുൾബാർ ഞാൻ പറഞ്ഞ പോലെ എക്സ്ട്രാ ചെയ്തിരിക്കുന്നതാണ്. സോ ഓവറോൾ ഡിസൈൻ നോക്കുവാണെങ്കിൽ വളരെ ഭംഗിയുള്ളൊരു ഡിസൈൻ. സാധാരണ നമ്മൾ ഇത്തരത്തിലുള്ള വാഹനത്തിൽ അത്തരം ഒരു ഡിസൈൻ എക്സ്പെക്റ്റ് ചെയ്യില്ല. പക്ഷേ ഈ ഒരു വാഹനത്തിൽ ടൊയോട്ട നൽകിയിരിക്കുന്നത് വളരെ ഭംഗിയുള്ളൊരു ഡിസൈൻ തന്നെയാണ്. ഫ്രണ്ടിൽ നിന്ന് നോക്കുന്നതിനേക്കാൾ സൈഡിൽ വരുമ്പോഴാണ് നമുക്ക് കൃത്യമായിട്ട് ഇതിൻ്റെ ഒരു വലുപ്പം നമുക്ക് മനസ്സിലാകുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ടെമ്പോ ട്രാവലറിൻ്റെ ഏകദേശം അത്രയും ഹൈറ്റ് ഇല്ലെങ്കിൽ പോലും ഏകദേശം അതിൻ്റെ ഒരു 1/4 ഭാഗം കവർ ചെയ്യാൻ സാധിക്കുന്ന രീതിയിലുള്ളൊരു ഹൈറ്റാണ് ഈ വാഹനത്തിന് നൽകിയിരിക്കുന്നത്. സാധാരണ ഞാൻ നോക്കിയപ്പോൾ പുറത്തുള്ള വാഹനങ്ങൾ, അതായത് 4 വാഹനങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞു. കമ്മ്യൂട്ടറിന് ഏകദേശം ഇത്രയും തന്നെ ഹൈറ്റ് ഉണ്ടാവും.
അതേപോലെ തന്നെ ഇതിൻ്റെ ഒരു മിനി ട്രക്ക് കൈൻഡ് ഓഫ് വേർഷൻ ഉണ്ട്. അതിന് ഏകദേശം ഈ ഒരു ഭാഗത്ത് വെച്ച് എൻ്റെ ഹൈറ്റ് കട്ടാവുന്നത്. കമ്മ്യൂട്ടർ ഇതൊരു മിനി ബസ് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ഹൈറ്റ് നൽകിയിട്ടുണ്ട് ടൊയോട്ട. ആൻഡ് വീൽ ബേസ് വളരെ വലിയൊരു വീൽ ബേസ് ആണ് നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ യാത്രാസുഖം വളരെ നന്നായിരിക്കുകയും ചെയ്യും. ആൻഡ് 17 ഇഞ്ചിൻ്റെ വലിയ ടയേഴ്സാണ് ഈ വാഹനത്തിൽ നൽകിയിരിക്കുന്നത്. നമുക്കിത് ഡോർസ് വരുന്നത് ഓട്ടോമാറ്റിക് സ്ലൈഡിങ് ഡോർസാണ്. അതുകൊണ്ട് നമ്മൾ കഷ്ടപ്പെടേണ്ട, നമുക്ക് കീഴിൽ തന്നെ സ്ലൈഡിങ് ഡോർസാണ്. സോ ഓട്ടോമാറ്റിക്കായിട്ട് ഈ വാഹനത്തിൻ്റെ ഡോർസ് തുറക്കുകയും അടയ്ക്കുകയും ചെയ്യും. സോ നമുക്ക് ഒരുപാട് എന്താ പറയുക, ഇത്രയും വലിയൊരു ഡോർ വലിച്ച് തുറക്കേണ്ട ആ ഒരു എന്താ പറയുക ടെൻഷൻ അല്ലെങ്കിൽ ആ ഒരു കാര്യങ്ങളൊന്നും വരുന്നില്ല. ഇറ്റ്സ് വെരി ഈസി. ഫ്രണ്ടിൽ ഡ്രൈവർ അടക്കം 2 പേർക്ക് സുഖമായി യാത്ര ചെയ്യാവുന്നതാണ്. ബാക്കിൽ 7 പേർക്കും, അതായത് 7 സീറ്ററാക്കി ചുരുക്കിയിരിക്കുകയാണ് ഈ വാഹനം. മൊത്തത്തിൽ 9 to 12 സീറ്ററാണ് ഹൈയേഴ്സ് സാധാരണയായി വരുന്നത്. പക്ഷേ ഈ ഒരു ലക്ഷൂറിയസ് ഒരു വാഹനമാക്കി അല്ലെങ്കിൽ മോഡിഫൈ ചെയ്തുകൊണ്ട് തന്നെ ഒരു ലെഗ് സ്പേസ് ഒക്കെ കൂട്ടാൻ വേണ്ടിയും നല്ല വലിപ്പമുള്ള സീറ്റുകൾ കയറ്റിയും അതിൻ്റെ സ്പേസ് കുറച്ച് കുറഞ്ഞിരിക്കുന്നതുകൊണ്ട് 7 സീറ്ററാക്കി ചുരുക്കിയിരിക്കുകയാണ് ബാക്ക് സൈഡിൽ. പിന്നെ നമുക്ക് നോക്കുകയാണെങ്കിൽ കംപ്ലീറ്റ്ലി AC ആണ് ഇൻസൈഡ്. സോ ഒരു ചെറിയൊരു എമർജൻസി വിൻഡോ മാത്രമേ സൈഡിൽ നൽകിയിട്ടുള്ളൂ. അത്രയുമാണ് എനിക്ക് സൈഡിൽ നിന്ന് നോക്കുമ്പോൾ പറയാനുള്ളത്. ഇറ്റ്സ് വെരി ബ്യൂട്ടിഫുൾ ആൻഡ് ഇറ്റ്സ് വെരി കൺവീനിയൻറ്റ്. റേ ഡിസൈൻ കാണുമ്പോൾ എനിക്ക് ഫസ്റ്റ് ഇംപ്രഷൻ വന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മാരുതി സുസുക്കി വേഴ്സ, ആ വാഹനത്തിനെ വലിച്ചു നീട്ടിയ ഒരു പ്രതീതിയാണ് ഈ ഒരു വാഹനത്തിനുള്ളത്. സെയിം കൈൻഡ് ഓഫ് ഡിസൈനാണ്. ഞാൻ നോക്കുമ്പോൾ ആ ഒരു വിൻഡോയും ടെയിൽ ലാമ്പും എല്ലാം നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം സെയിം കൈൻഡ് ഓഫ് പ്ലേസ്മെൻ്റ് ആണ്, സെയിം കൈൻഡ് ഓഫ് ഡിസൈനാണ്. അപ്പം അങ്ങനെ ഒരു ഫീലാണ് എനിക്ക് ആദ്യം കിട്ടിയത്. പിന്നെ ഇതിൻ്റെ റിയർ സ്പോയിലർ നൽകിയിട്ടുണ്ട്. അതും മോഡിഫൈഡിൻ്റെ ഒരു ഭാഗമായിട്ടാണ് നൽകിയിരിക്കുന്നത്. സാധാരണയായി വരാറില്ല, അതുകൊണ്ട് തന്നെ മോഡിഫൈ ചെയ്തപ്പോൾ കൊടുത്തതായിരിക്കും ആ ഒരു റിയർ സ്പോയിലർ. ആൻഡ് പുറകിലൊരു മിറർ നൽകിയിരിക്കുന്നു. ആൻഡ് ബാക്കിയെല്ലാം യൂഷ്വൽ കൈൻഡ് ഓഫ് ആൻഡ് ബുൾബാർ എല്ലാം നൽകിയിട്ടുണ്ട്, ഒരു സെപ്പറേറ്റ് ഒരു ഗ്രിൽ പോലെ. ആൻഡ് ഇത്രയുമാണ് എനിക്ക് തോന്നുന്നു ബാക്കിൽ നിൽക്കുമ്പോൾ എനിക്ക് ഡിസൈൻ വൈസ് പറയാനുള്ളത്. This is like a private party pod for the drivers. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്ര ലക്ഷ്യൂറിയസ് ആയിട്ടും അത്ര കംഫർട്ടബിളുമായിട്ടാണ് ഈ ഒരു ഡ്രൈവർ സെക്ഷൻ അല്ലെങ്കിൽ ആ ഒരു ഫ്രണ്ട് ക്യാബിൻ ടൊയോട്ടയുടെ ഹൈയേഴ്സിൽ മോഡിഫൈ ചെയ്തിരിക്കുന്നത്. തായ്ലൻഡിൽ നിന്നുള്ള മോഡിഫയേഴ്സ് എന്തൊക്കെയോ എന്താ പറയുക, വളരെ വളരെ ഭംഗിയായിട്ടും വളരെ ലക്ഷ്യൂറിയസ് ആയിട്ടാണ് ഈ ഡ്രൈവേഴ്സ് ക്യാബിൻ പോലും ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഫുൾ വുഡൻ ഫിനിഷ് നൽകിയിരിക്കുന്നു. അതേപോലെ തന്നെ ഒരുപാട് ഓപ്ഷൻസ് നൽകിയിട്ടുണ്ട്. നമുക്കിത് പ്രൈവറ്റ് സെക്ഷനാക്കി മാറ്റിയിരിക്കുകയാണ്. ഫോർ പാസഞ്ചേഴ്സിൻ്റെ പ്രൈവസിക്ക് വേണ്ടി നമുക്കിത് പാർട്ടീഷൻ ചെയ്യാവുന്ന രീതിയിൽ അല്ലെങ്കിൽ ഒരു ഓപ്പൺ ചെയ്യാവുന്ന രീതിയിലുള്ള ഒരു ഗ്ലാസ് പാർട്ടീഷനൊക്കെ നൽകിയിട്ടുണ്ട്. സോ ഇവിടെ ഇരിക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് ബാക്കിലിരുന്നാലും ഫ്രണ്ടിലിരുന്നാലും ഏകദേശം സെയിം കൈൻഡ് ഓഫ് ഫീലാണ് ലഭിക്കുക എന്നുള്ളതാണ്. സോ ദ ഡ്രൈവേഴ്സ് ഓഫ് ദിസ് കാർ വുഡ് ബി വെരി വെരി ഹാപ്പി. ആൻഡ് നമുക്ക് അത്യാവശ്യം വേണ്ട എല്ലാ ഫീച്ചേഴ്സും ഈ വാഹനത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഒരു ഓട്ടോമാറ്റിക് വാഹനമാണ് ഹൈയേഴ്സ് കമ്മ്യൂട്ടർ. ആൻഡ് സോ ദ ഡ്രൈവിംഗ് വിൽ ബി വെരി ഈസി. നമുക്ക് കംപ്ലീറ്റ് എന്താ പറയുക, ബാക്കിലുള്ള എല്ലാ കൺട്രോൾസും നമുക്ക് ഡ്രൈവർ സെക്ഷനിൽ തന്നെ വരുന്നുണ്ട്. നമുക്ക് ലൈറ്റിൻ്റെ കൺട്രോൾസ്, ഏതൊക്കെ ലൈറ്റ് ഇടണം, എത്രത്തോളം ഓഡിയോ ഔട്ട്പുട്ട് നൽകണം, അതേപോലെ തന്നെ സ്ലൈഡിങ് ഡോഴ്സിൻ്റെ സ്വിച്ചസ്, എവറിത്തിങ് എല്ലാ ഒരു ഇതും നമുക്ക് ഈ ഡ്രൈവർ സീറ്റിൽ ഇരിക്കുമ്പോൾ തന്നെ കൺട്രോൾ ചെയ്യാൻ സാധിക്കും. അതേപോലെ തന്നെ നമുക്ക് റിവേഴ്സ് ക്യാമറ നൽകിയിട്ടുണ്ട്. സോ ഇത്രയും വലിയൊരു ഹ്യൂജ് വാഹനം നമുക്ക് തിരിക്കുമ്പോൾ ബുദ്ധിമുട്ടുണ്ടാവില്ല. ആൻഡ് ഒരുപാട് സ്റ്റോറേജ് കമ്പാർട്ട്മെൻറ്റ്സ് നൽകിയിട്ടുണ്ട്, ആംറെസ്റ്റ് നൽകിയിട്ടുണ്ട്. വി ഹാവ് മിനി ഫ്രിഡ്ജ് ഓവർ ഹിയർ. ആൻഡ് നമുക്ക് ബാക്കിലേക്ക് സംസാരിക്കാൻ മൈക്ക് നൽകിയിട്ടുണ്ട്. ആൻഡ് ബ്ലൂടൂത്ത് കണക്ടിവിറ്റി, എവറിത്തിങ് ഈസ് ദെയർ. ഇവിടെ തന്നെ ഒരുപാട് ലൈറ്റ്സ് ഒക്കെ നൽകി വളരെ മനോഹരമാക്കിയിട്ടുമുണ്ട്. നമുക്ക് ഡോസിൻ്റെ സൈഡിലും പാനലിലും ഈ സൈഡ് പാനൽസിലും ഈ പില്ലറിലും എല്ലാം നമുക്ക് ഒരുപാട് ലൈറ്റ്സ് എല്ലാം കാണാൻ സാധിക്കും. അതൊരു ലക്ഷൂറിയസ് ഫീൽ നൽകുന്നുണ്ട്. കംപ്ലീറ്റ്ലി ലെതർ കൊണ്ട് കംപ്ലീറ്റ് റാപ്പ് ചെയ്തിരിക്കുകയാണ്
ഈ ഒരു വാഹനത്തിൽ. അതുകൊണ്ട് തന്നെ വളരെ കംഫർട്ടബിളായും ഈസി ആയിട്ടും ഈ വാഹനം കൈകാര്യം ചെയ്തുകൊണ്ട് പോകാനും സാധിക്കും. എത്ര ലോങ് ഡിസ്റ്റൻസ് പോയാലും ഡ്രൈവർക്ക് അത്ര മടുപ്പൊന്നും അനുഭവപ്പെടില്ല. ആൻഡ് ഓഡിയോയുടെ എല്ലാ കൺട്രോൾസും നമുക്ക് ഏകദേശം ഈ ഒരു ഭാഗത്താണ് വരുന്നത്. വലിയൊരു ആംപ്ലിഫയർ നൽകിയിട്ടുണ്ട്. നമുക്ക് 2 സബ് വൂഫേഴ്സ് ബാക്കിൽ വരുന്നുണ്ട്, അതുപോലെ തന്നെ ട്വീറ്റേഴ്സും വരുന്നുണ്ട്. സോ ഇറ്റ് വിൽ ബി വെരി ഫൺ ഇൻസൈഡ് ടു. സോ അതിൻ്റെ കൺട്രോൾസ് എല്ലാം ഈ ഭാഗത്താണ് വരുന്നത്. ഇതിൽ കൂടാതെ തന്നെ ഒരു ഓഡിയോ കൺട്രോൾ ഇൻസൈഡ് ആ ക്യാബിൻ്റെ അകത്തും വരുന്നുണ്ട്. സോ അവിടെ ഇരിക്കുന്നവർക്കും സ്പെഷ്യലായിട്ട് അത് അവരുടെ രീതിക്കനുസരിച്ച് കൺട്രോൾ ചെയ്യാനും സാധിക്കും. സോ അങ്ങനെ ഒരു മെക്കാനിസമാണ് ഈ വാഹനത്തിൽ നൽകിയിരിക്കുന്നത്. സോ ഓവറോൾ നോക്കുവാണെങ്കിൽ ഡ്രൈവർക്കും അതുപോലെ തന്നെ കോ പാസഞ്ചർക്കും ആൻഡ് ദ പാസഞ്ചേഴ്സ് ബിഹൈൻഡ് അവർക്കും വെരി കംഫർട്ടബിൾ ആൻഡ് കൺവീനിയൻ്റ് ആയ ഒരു വാഹനം തന്നെയാണ് ഹൈയേഴ്സ് കമ്മ്യൂട്ടറിൻ്റെ ഈ മോഡിഫൈഡ് വാഹനം. ഫസ്റ്റ് ഓഫ് ഓൾ ദിസ് ഇസ് വെരി എക്സൈറ്റിംഗ്. ഈ സീറ്റിൻ്റെ കുറച്ച് ഫീച്ചേഴ്സ് പറയുകയാണെങ്കിൽ ദിസ് സീറ്റ് ഈസ് ഫുള്ളി റിക്ലൈനബിൾ. നമുക്ക് കംപ്ലീറ്റ് ഫുൾ റിക്ലൈൻ ചെയ്തൊരു ബെഡ് പോലെ ആക്കിയെടുക്കാം. ബെഡ് പോലെ ആക്കുന്നതെന്ന് വെച്ചാൽ കംപ്ലീറ്റ്ലി ബെഡ് ആക്കാം, ബിക്കോസ് ഇതൊരു റിക്ലൈനർ സീറ്റാണ്. അതിൻ്റെ കൂടുതൽ തന്നെ നമുക്ക് ഫ്രണ്ടിലെ ഈ ഒരു പോർഷൻ നമുക്ക് കുറച്ചും കൂടെ മുമ്പിലേക്ക് കൊണ്ടുവന്ന് കാൽ അതിലേക്ക് നീട്ടി വെച്ച് കറക്റ്റ് ഒരു ബെഡാക്കി എടുക്കാൻ സാധിക്കുന്നതുമാണ്. ആൻഡ് ദിസ് സീറ്റ് ഹാസ് ആൻ ഓട്ടോ മസാജ്. നമുക്ക് 3 മോഡലുള്ള മസാജിങ് ഓപ്ഷൻസ് ഈ ഒരു സീറ്റ് നൽകുന്നുണ്ട്. നമ്മൾ വാഹനം ഓടിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഫുൾ ടൈം ഓട്ടോമാറ്റിക് മസാജ് നൽകുന്ന ഒരു സിസ്റ്റവും ഈ സീറ്റിൽ നൽകിയിട്ടുണ്ട്. ഈ സീറ്റിൽ ഇരിക്കുമ്പോൾ തന്നെ നമുക്ക് പല ഫീച്ചേഴ്സും നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ സാധിക്കും. ഫോർ എക്സാമ്പിൾ ഇവിടെ കുറച്ച് സ്വിച്ചസ് നൽകിയിട്ടുണ്ട്. ആ സ്വിച്ചസ് നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ ഫ്രണ്ടിലെ പാർട്ടീഷൻ, ഞാൻ നേരത്തെ ഡ്രൈവർ സീറ്റ് ഇരുന്ന് പറഞ്ഞിരുന്നു, നമുക്കിത് ഈ പാർട്ടീഷൻ നമുക്ക് യൂസ് ചെയ്യാനുള്ള സ്വിച്ച് ഇവിടെ ഉണ്ട്. ഓഡിയോ കൺട്രോൾസ് ഇവിടെ നൽകിയിട്ടുണ്ട്. ആൻഡ് ഈ ഒരു പോർഷൻ, അതായത് ഫ്രണ്ടിലേക്ക് കൊണ്ടുവരുന്നത് നമുക്കൊരു മിനി സീറ്റായിട്ട് വേണമെങ്കിലും ഈ ഒരു പോർഷൻ യൂസ് ചെയ്യാൻ സാധിക്കും. നമുക്ക് ലെഗ് എടുത്ത് വെച്ച് കാല് നീട്ടി വെച്ച് പോകാനുള്ള ഒരു ഓപ്ഷനാണ്. അതുപോലെ തന്നെ ഫ്രണ്ടിൽ നമുക്ക് ലാപ്ടോപ്സ് ഒക്കെ വെച്ച് വർക്ക് ചെയ്തുകൊണ്ട് പോകാനായിട്ടൊരു സ്പേസും നൽകിയിട്ടുണ്ട്. ആൻഡ് ഇത് കൂടാതെ നമുക്ക് താഴെ കുറച്ച് സ്റ്റോറേജ് ഓപ്ഷൻസ് വരുന്നുണ്ട്. നമുക്ക് ചെറിയ വസ്തുക്കളൊക്കെ, വാട്ടർ ബോട്ടിൽസും മറ്റു കാര്യങ്ങളൊക്കെ ഈ ഒരു ഭാഗത്തായിട്ട് വെക്കാൻ സാധിക്കുന്നതുമാണ്. വി ഹാവ് എൻ USB പോർട്ട് ഓവർ ഹിയർ. സോ മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മളെ കംപ്ലീറ്റ്ലി ഇമേഴ്സ് ചെയ്യുന്ന, അല്ലെങ്കിൽ നമ്മളെ ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ നമുക്ക് പുറത്തൊരു ലോകമുണ്ടെന്ന് അറിയേണ്ട ആവശ്യം പോലുമില്ല. ബിക്കോസ് അത്ര കംഫർട്ടബിൾ ആയൊരു യാത്രയായിരിക്കും, അത്ര കൺവീനിയൻ്റ് ആയ, എന്താ പറയുക, അത്ര നമ്മളെ കെയർ ചെയ്യുന്നൊരു യാത്രയായിരിക്കും ഈ ഒരു വാഹനത്തിൽ കിട്ടുക. സോ താങ്ക് യു ഗ്രീൻലാൻഡ് ഫോർ ബ്രിങ്ങിങ് ദിസ് വെഹിക്കിൾ ടു അവർ പ്ലേസ്. ഇനിയാണ് വൺ ഓഫ് മൈ ഫേവറേറ്റ് പാർട്സ്. ഇവിടെ ഒരു ചെറിയൊരു മിനി ബാർ തന്നെ ഈ വാഹനത്തിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് 3 ഗ്ലാസും അതുപോലെ തന്നെ ഒരു ബോട്ടിൽ നൽകിയിട്ടുണ്ട്. ബോട്ടിൽ കാലിയാണ്, നമ്മൾ ആവശ്യത്തിനനുസരിച്ച് നമ്മളത് ഫില്ല് ചെയ്യേണ്ടതാണ്. സോ അത് വെക്കാനൊരു സ്പേസും ഒരു മിനി ബാറും ഒക്കെ ഈ വാഹനത്തിൽ നൽകിയിട്ടുണ്ട്. ആൻഡ് ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയൊരു ഫീച്ചർ, ഇവിടെ വളരെ എന്താ പറയുക, സീക്രട്ട് ആയിട്ടൊരു സാധനം വെച്ചിട്ടുണ്ട്. നമ്മളതൊരു സ്വിച്ച് ഇടുമ്പോൾ മാത്രമേ ഓപ്പണായി വരികയുള്ളൂ. TV, ഒരു LED TV നൽകിയിട്ടുണ്ട്. സോ നമുക്ക് ആവശ്യമുള്ളപ്പോൾ അത് ഓപ്പൺ ചെയ്യുകയും ആവശ്യമില്ലാത്ത സമയത്ത് നമുക്ക് ക്ലോസ് ചെയ്ത് വെക്കാനും സാധിക്കും. അതേപോലെ തന്നെ ഈ കംപ്ലീറ്റ് സീറ്റ്സ് നമുക്ക് ബാക്കിലേക്ക് പുൾ ചെയ്ത്, അല്ലെങ്കിൽ ബാക്കിലേക്ക് പുഷ് ചെയ്ത് നമുക്ക് ഈ ഒരു സ്പേസ് നമുക്കൊരു ഡാൻസിങ് ഫ്ലോർ ആക്കാനും സാധിക്കുന്നതാണ്. സോ ഇറ്റ് വിൽ ബി റിയലി എ പാർട്ടി ഹബ് ഓവർ ഹിയർ. സത്യം പറഞ്ഞാൽ എനിക്കിനി പുറത്തിറങ്ങണ്ട, ബിക്കോസ് ദിസ് ഈസ് എ ഹോൾ ന്യൂ വേൾഡ്. ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ നമ്മളിപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. യാത്ര ചെയ്യുന്നത് നമുക്ക് അറിയുക പോലുമില്ല
അത്ര കംഫർട്ടബിളാണ് ഈ വാഹനത്തിൽ യാത്ര ചെയ്യാനായിട്ട്. റെൻറ്റിനെടുക്കുകയാണെങ്കിൽ സത്യം പറഞ്ഞാൽ ഇങ്ങനൊരു വാഹനം റെൻറ്റിനെടുത്തിന് വേണം നമുക്ക് ട്രിപ്പൊക്കെ പോകാനായിട്ട്. പക്ഷേ ട്രിപ്പ് പോയാൽ പോലും നമ്മൾ പുറത്തിറങ്ങുമ്പോൾ എന്നുള്ള കാര്യം സംശയമാണ്. കാരണം അത്രത്തോളം നമ്മൾ യൂസ്ഡ് ടു ആവും ഈ ഒരു വാഹനത്തിൽ. കാരണം ദിസ് കാർ വിൽ സ്പോയിൽ അസ് ഫോർ ഷുവർ. അത്ര മനോഹരമായ അത്ര കംഫർട്ടബിളായ ഒരു റൈഡാണ് നമുക്ക് ഈ വാഹനത്തിൽ നൽകിക്കൊണ്ടിരിക്കുന്നത്. ആൻഡ് ദ സീറ്റ്, ഓ മൈ ഗോഡ്, ദേ ആർ മസാജിങ് മീ ആൻഡ് ഐ എം ഫീലിംഗ് ഇറ്റ് റൈറ്റ് നൗ ആൻഡ് ഇറ്റ്സ് വെരി വെരി ഓസം. അത്രത്തോളം എന്താ പറയുക, ഓവർവെൽമിങ് ഒരു വെൽക്കമാണ് ഈ വാഹനം നമുക്ക് നൽകുന്നത്. കംപ്ലീറ്റ് എല്ലാ ഫീച്ചേഴ്സും നൽകുന്നുണ്ട്. ആൻഡ് ഫോർ പാർട്ടിങ് കംപ്ലീറ്റ് മൂഡ് ഇസ് സെറ്റ് ഓവർ ഹിയർ. നമുക്ക് ലൈറ്റ്സ് ആണെങ്കിൽ പോലും അല്ലെങ്കിൽ മ്യൂസിക് സിസ്റ്റം ആണെങ്കിൽ പോലും അത്തരം ഒരു പാർട്ടി മൂഡിലേക്ക് നമ്മളെ കംപ്ലീറ്റ്ലി ചേഞ്ച് ചെയ്യുന്നൊരു വാഹനം തന്നെയാണ് ഹൈയേഴ്സ് കമ്മ്യൂട്ടറിൻ്റെ ഈ ഒരു മോഡിഫൈഡ് വേർഷൻ. താങ്ക് യു ഗ്രീൻലാൻഡ്, നമുക്ക് ഇങ്ങനെ ഒരു വാഹനം കൊണ്ടുവന്നതിന് താങ്ക് യു. ആൻഡ് നമുക്കിത് ഈസി ആയിട്ട് റെൻറ്റിന് എടുത്തുകൊണ്ട് പോകാനും സാധിക്കുന്നതാണ്. വലിയ പ്രോബ്ലംസ് ഒന്നുമില്ല. വളരെ തുച്ഛമായ വിലയിൽ തന്നെ നമുക്ക് ഈ വാഹനം റെൻറ്റിന് കൊണ്ടുപോകാനും സാധിക്കുന്നതാണ്. ഇന്ന് നമ്മുടെ സെലിബ്രിറ്റി സെഗ്മെൻറ്റിൽ നമ്മളോട് വാഹന വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നത് ആരാണെന്ന് നമുക്ക് നോക്കാം. ഞാൻ ജനിച്ച വർഷമാണ് എൻ്റെ ഫാദർ ഈ ട്രാവൽസ് സ്റ്റാർട്ട് ചെയ്തത്. നമ്മൾ പല വെഹിക്കിൾസും ഞങ്ങളുടെ കയ്യിൽ ഫ്ലീറ്റിലേക്ക് ആഡ് ചെയ്തു. അംബാസഡർ കാറിലാണ് ഞങ്ങൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നീട് കോളേജ് കഴിഞ്ഞ ഉടനെ ഞാനും ബിസിനസ്സിലേക്ക് ചേർന്നു. ഞങ്ങൾ അതിനുശേഷം കോണ്ടസ, ബെൻസ്, BMW, ഓഡി, ജാഗ്വർ അങ്ങനെയുള്ള പല വെഹിക്കിൾസും ഞങ്ങളുടെ ശ്രേണിയിലേക്ക് ചേർത്തു. ഇത് ഞങ്ങളുടെ ലേറ്റസ്റ്റ് മോഡൽ S ക്ലാസ് ആണ്. പിന്നീട് കോച്ചുകളായിട്ട് പല വെഹിക്കിൾസ് എടുത്തു. വോൾവോ, മെർസിഡീസ് ബെൻസ്, ലൈലൻഡ്, മസ്ദ അങ്ങനെയുള്ള വെഹിക്കിൾസ്. പിന്നെ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ടൊയോട്ട കമ്മ്യൂട്ടറും ആഡ് ചെയ്തിട്ടുണ്ട്. വാഹനങ്ങളോടുള്ള ക്രേസ് ചെറുപ്പം മുതലേ ഉണ്ടായിരുന്നു. അത് ഓടിക്കാനും അതുപോലെ പല വെഹിക്കിൾസ് ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നമ്മളുടെ കസ്റ്റമേഴ്സിന് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള വെഹിക്കിൾസും എനിക്ക് പേഴ്സണലായിട്ട് ഇഷ്ടപ്പെട്ട വണ്ടികളുമായിട്ട് പല വെഹിക്കിൾസും ഞാനിവിടെ ആഡ് ചെയ്തു. ഇപ്പോൾ 100ഓളം വെഹിക്കിൾസ് ഞങ്ങളുടെ ഫ്ലീറ്റിലുണ്ട്. മെർസിഡീസ് ബെൻസിൻ്റെ GL ക്ലാസ് വെഹിക്കിളാണ് ഞങ്ങൾക്ക് ഇപ്പോൾ ഏറ്റവും കൂടുതൽ കസ്റ്റമർ ഡിമാൻഡ് വരുന്ന വെഹിക്കിൾ. അതെനിക്കും പേഴ്സണലി യൂസ് ചെയ്യാനായിട്ട് വളരെ ഇഷ്ടമുള്ള വണ്ടിയാണ്. ഞാൻ ലോങ് ഡ്രൈവ്സിനൊക്കെ പോകുമ്പോൾ ആ വെഹിക്കിൾസാണ് കൂടുതൽ യൂസ് ചെയ്യുന്നത്. Hope you like the show. Thank you for watching. അടുത്ത ആഴ്ച പുതിയൊരു വാഹനമായി വരുന്നവരെ ഇറ്റ്സ് മീ അജു സൈനിങ് ഓഫ്. വെയർ എ സീറ്റ് ബെൽറ്റ്, ഡ്രൈവ് സേഫ്.